ഇവിടെ ഹൈവേ പോലീസ് എന്നും പറഞ്ഞ് AC-ക്കകത്ത് ഇന്നോവ കാറിനകത്ത് AC-ക്കകത്ത് കുളിരും കൊണ്ടിരിക്കാനല്ല, നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ നിയമിച്ചിട്ടുള്ളത്. എനിക്ക് 200 രൂപയുടെ ടോള് തരുമ്പോ എനിക്ക് കിട്ടേണ്ട സേവനം എനിക്ക് തരാൻ നിങ്ങൾ ബാധ്യതയുണ്ട്. അതെന്റെ അവകാശമാണ്, അല്ലാതെ നിങ്ങളുടെ ഔദാര്യമല്ല. ഞാൻ ടോൾ അടയ്ക്കുമ്പോ എനിക്ക് കിട്ടേണ്ട റൈറ്റ് അല്ലേ സാറേ ഞാൻ ചോദിച്ചോളൂ. എനിക്ക് തരേണ്ട സേവനങ്ങൾ തരുമ്പോ ഞാൻ ടോൾ അടയ്ക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കണം, കത്തിക്കാണ്ട് ഞാൻ തരില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് കിട്ടുന്ന സേവനമാണോ അത്, അല്ലാണ്ട് നിങ്ങളുടെ ഔദാര്യമൊന്നും അല്ല. റോഡിലൊരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കുന്നു നിങ്ങളൊന്ന് പറഞ്ഞാ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഐ വിൽ നോട്ട് ഗിവ് you first provide by the street light. You first provide the street light, then I will give you. Balance low, sir. No, Balance low. I know. Balance, sir. Your vehicle number. Yes, Your vehicle number. I know. Low, sir. I know. I will not give the pay. You first provide the street light. Problem no, sir. I will not go. I will stay here. You first provide the street light. ചേട്ടാ റീചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ ടോൾ അടച്ച് പോകുമ്പോ എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണം. നിങ്ങളുടെ തമ്മിലുള്ള എഗ്രിമെന്റിൽ അങ്ങനെ വ്യക്തമായിട്ട് തന്നെ ഉണ്ട്. ആ സ്ട്രീറ്റ് ലൈറ്റ് എനിക്ക് അവിടെ എനിക്ക് കിട്ടേണ്ട സേവനങ്ങൾ തരുമ്പോ ഞാൻ ടോൾ അടയ്ക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തരാത്തോടത്തോളം ഞാൻ ടോൾ അടക്കില്ല എന്നുള്ളതിന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് സാറേ. ഞാൻ റോഡിലൂടെ ഞാൻ ടോൾ അടയ്ക്കുമ്പോ എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് തരേണ്ട ആവശ്യമില്ലേ? എനിക്ക് കണ്ണ് കാണണ്ടേ? സ്ട്രീറ്റ് ലൈറ്റ് വേണ്ടേ? നിങ്ങളെ എഗ്രിമെന്റിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്ന് എഗ്രിമെന്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ? പാലക്കാട് നിന്ന് തുടങ്ങി ഇങ്ങോട്ട് എവിടെയെങ്കിലും നിങ്ങൾ ഈ ടോൾ വിരിക്കുന്ന റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ? ആയിക്കോട്ടെ, നിങ്ങളുടെ ടോൾ എവിടെ നിന്നാ തുടങ്ങുന്നത്? അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പോവാം, എനിക്ക് ഒരു കുഴപ്പമില്ല. ഒന്ന് കാണിച്ചു തന്നാൽ മതി എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ്. സാറേ ഞാൻ ഈ റോട്ടിൽ കൂടെ എനിക്ക് NHAക്ക് കംപ്ലൈന്റ് ചെയ്യണമല്ലോ. നിങ്ങൾ തമ്മിലൊരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? 1000 പേജിന്റെ എഗ്രിമെന്റിൽ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ്. ആ സ്ട്രീറ്റ് ലൈറ്റ് എനിക്ക് കാണിച്ചു തന്നാൽ മതി. ഏതാ ടോളി കടന്ന് ഞാൻ വഴക്കുണ്ടാക്കിയതല്ലോ. എനിക്ക് ടോള് തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് തരേണ്ട സേവനങ്ങൾ തരുമ്പോ മാത്രമേ ഞാൻ ടോൾ അടയ്ക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെ കംപ്ലൈന്റ് ചെയ്യണം? ഞാൻ ഈ 10 വർഷം ഞാൻ നിങ്ങൾക്ക് 120 രൂപ അല്ലെങ്കിൽ 150 രൂപ 200 രൂപ തന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഒരു 10 വർഷം എനിക്ക് കേസ് നടത്താൻ എനിക്ക് നേരമൊന്നുമില്ല. ഞാൻ തർക്കിനല്ലോ. നിങ്ങൾ എനിക്ക് തരേണ്ട സേവനം തരുവാണെങ്കിൽ ഞാൻ ടോള് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ പേപ്പർ കാണണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തൊക്കെ പേപ്പർ കാണണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് തരാത്ത സേവനങ്ങൾ കാരണം ഇത് നിങ്ങളുടെ തൊട്ടപ്പുറത്തെ ടോൾ പ്ലാസയ്ക്ക് എനിക്ക് കിട്ടേണ്ട സേവനങ്ങൾ തരാണ്ട് ഞാൻ ടോൾ അടക്കില്ല എന്നുള്ളത് എന്റെ ഉറച്ച തീരുമാനമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ ആരെയെന്ന് വെച്ചാൽ വിളിക്കാം. ഇതാണ് എന്റെ തീരുമാനം. എനിക്ക് വേറെ തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇപ്പൊ പ്രൊവൈഡ് ചെയ്തോ, ഇനി അങ്ങോട്ട് പോയത് പോയി. നിങ്ങൾ എനിക്ക് മുന്നോട്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചു തന്നാൽ മതി, ഞാൻ ടോൾ അടച്ചോളാം. എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് വേണമല്ലോ. എനിക്ക് 2 തവണ ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഈ പെട്രോൾ അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു പെട്രോൾ മാക്സ് മേടിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു പെട്രോൾ മാക്സ് മേടിച്ചു തന്നെ. എനിക്ക് റോഡിലോട്ട് കണ്ണ് കാണണ്ടേ? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഓടിക്കും? എനിക്ക് കണ്ണ് കാണണ്ടേ? 1ാമത്തെ റൈറ്റ് സൈഡിലെ ട്രാക്ക് പിടിച്ചിട്ട് മുഴുവൻ ലോറികളാണ് പോണത്. അതിന് നടപടി എടുക്കൂല. പിന്നെ ഞാനെങ്ങനെ പോകും? റോഡിലൊരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. പിന്നെ ഞാനെങ്ങനെ വണ്ടി ഓടിക്കുന്നു നിങ്ങളൊന്ന് പറഞ്ഞാ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇതൊന്നും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാണ്ട് നിങ്ങൾ ഈ ടോള് മാത്രം പിരിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് കിട്ടുന്ന സേവനങ്ങൾ തരണ്ടേ? ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല. എത്ര തവണയായി നിങ്ങളുടെ ഈ റോഡിൽ എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാറേ? റോഡിൽ അപകടം ഞാനോ അല്ലെങ്കിൽ വേറെ ആളിവിടെ റോഡിൽ അപകടം ഉണ്ടാവണത് എന്തുകൊണ്ടാണ്? ഈ രാത്രി ഞാൻ പാലക്കാട് നിന്ന് വന്നപ്പോ ഒറ്റ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന സേവനങ്ങൾ തന്നെയാണോ? അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രം ഞാൻ 200 രൂപ ടോൾ അടയ്ക്കണമെങ്കിൽ ഞാനിപ്പോ ടോൾ അടയ്ക്കാം. എനിക്ക് തരുന്ന സേവനം നിങ്ങൾ ഇപ്പൊ കത്തിച്ചു തരുമോ? ഈ സ്ട്രീറ്റ് ലൈറ്റ് എനിക്ക് ബാക്കിയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്തു തരുമോ? 200 രൂപ തരണോ തരാതിരിക്കണോ അല്ല എന്റെ പ്രശ്നം. ഞാൻ തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കണം, കത്തിക്കാണ്ട് ഞാൻ തരില്ല എന്നേ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് കിട്ടുന്ന സേവനമാണോ അത്, അല്ലാണ്ട് നിങ്ങളുടെ ഔദാര്യമൊന്നും അല്ല. എനിക്ക് കിട്ടുന്ന അവകാശം തന്നെയാ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ കത്തിക്ക്,
ഞാൻ ഇപ്പൊ തരാം 200 രൂപ. അതെ അവിടെ നിന്ന് അങ്ങോട്ട് കത്തിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മുന്നിൽ വണ്ടി പോകാവുന്ന തരത്തിലുള്ള റോഡ് ഇത് ചെയ്ത് തന്നാൽ മതി. എനിക്ക് മുന്നിൽ കൂടെ പോകുന്ന വണ്ടി കാണണ്ടേ? അല്ലാണ്ട് ഇത്ര കണ്ട വെട്ടത്തില് റോഡിലോട്ട് അങ്ങോട്ടും വരെ കാണാൻ പറ്റും. എനിക്ക് ഇവിടുന്ന് ഡിമ്മിന്ന് ബ്രൈറ്റിലോട്ട് ഇട്ട പോലത്തെ അപ്പൊ ചാർജ് ചെയ്യും. എനിക്ക് തരേണ്ട സേവനം തരണം നിങ്ങളപ്പോ. ഞാൻ തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് തരേണ്ട സേവനം താ. അല്ലാണ്ട് ഞാൻ പോകുന്നൊന്നുമില്ല. എനിക്കിവിടെ കിടക്കണേ കിടന്നോളാം. ഇതാണ് എന്റെ തീരുമാനവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെയെന്ന് വെച്ചാൽ വിളിക്കാം. പോലീസിനെ വിളിക്കണോ, പട്ടാളത്തിന് വിളിക്കണോ, ആരെ വേണമെങ്കിലും വിളിക്കാം. സാറേ ഞാൻ വഴക്കുണ്ടാക്കിയതല്ലോ. എനിക്ക് ഞാൻ ഈ കണ്ണട വെച്ചിട്ട് എനിക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സാറേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വഴക്കുണ്ടാക്കിയതല്ലല്ലോ സുഹൃത്തെ. ഞാൻ വഴക്കുണ്ടാക്കിയോ? ഞാൻ നിങ്ങളെ ടോൾ പ്ലാസ തല്ലിപ്പൊളിക്കാൻ വന്നോ? ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടേണ്ട സേവനം എവിടെയാണ് സാറേ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം സാറേ. എനിക്ക് അതിനുള്ള നേരമൊന്നുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇവിടെ കിടന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഈ 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തല്ലി പിടിക്കാൻ നേരവും ഇല്ല, സമയവും ഇല്ല. എനിക്ക് പോയിട്ട് വേറെ 100 കൂട്ടം ആവശ്യമുണ്ട്. എനിക്ക് ഇവിടുന്ന് പോകുമ്പോ ഞാൻ 200 രൂപ തരില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ തരും. പക്ഷെ ഞാൻ ചോദിച്ചത് നാളെ രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് രാവിലത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റിന്റെ ആവശ്യമുണ്ടോ? ഞാൻ ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടോൾ പ്ലാസയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നാളെ രാവിലെ ഇവിടെ തിരിച്ചു വരുമ്പോ ഞാൻ അവിടെ നിന്ന് എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചു വന്നു? ഞാൻ 200 രൂപ തന്നിട്ട് പോകുമ്പോ നിങ്ങൾ എനിക്ക് തരേണ്ട സേവനമാണ്. നിങ്ങൾ ആ എഗ്രിമെന്റ് എടുത്തോ. എന്റെ ഫാസ്ടാഗില് കാശുണ്ടാവും, ഉണ്ടാവാതിരിക്കാം. ഇപ്പൊ ഞാൻ അതിനകത്ത് 0 ആക്കി തന്നെ ഇട്ടേക്കണം. ഞാൻ തൊട്ടപ്പുറത്ത് ഫാസ്ടാഗിൽ റീചാർജും ഉണ്ട്. ഞാൻ റീചാർജ് ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഗൂഗിൾ പേ ഞാൻ ചെയ്യും. എനിക്ക് കിട്ടുന്ന സേവനം എന്താണ്? നിങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് വെച്ചേക്കണം. നിങ്ങൾ പന്നിയങ്കര ടോൾ പ്ലാസ അല്ലേ? നിങ്ങൾ ഏത് ടോൾ പ്ലാസ കമ്പനിയുടെ ഏതായിരുന്നു ഇതിന്റെ പ്ലാസ? പന്നിയങ്കര അല്ലല്ലോ. ഏതൊരു കമ്പനി ആയിട്ടാണല്ലോ എഗ്രിമെന്റ് വെച്ചേക്കണം? നടത്തിപ്പ് മാത്രമായിക്കോട്ടെ. ഈ എഗ്രിമെന്റ് വെച്ചപ്പോ അതിനകത്ത് 1000 പേജിന്റെ എഗ്രിമെന്റിൽ കൃത്യമായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്യാന്ന് പറഞ്ഞ സാധനങ്ങൾ എന്തൊക്കെയാണ് അതൊന്നിക്കൊന്ന് പറഞ്ഞ. ബാത്റൂം വേണം, ഡ്രിങ്കിങ് വാട്ടർ വേണം, സ്ട്രീറ്റ് ലൈറ്റ് വേണം, അപകടങ്ങളില്ലാത്ത രീതിക്ക് പോകാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇതെല്ലാം വേണോ? ഞാൻ 200 രൂപ തന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് അടുത്ത 10 വർഷത്തേക്ക് കേസ് നടത്താനുള്ള എനിക്ക് നേരമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തുറക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം. എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കും. ഞാൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് രാവിലെ പോകേണ്ട ആവശ്യമല്ല, എനിക്ക് രാത്രി പോകേണ്ട ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ടോള് തരില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങളല്ലേ തടഞ്ഞു വെച്ചേക്കണ എന്റെ മുന്നിൽ. സാറേ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. എനിക്ക് 200 രൂപയുടെ ടോള് തരുമ്പോ എനിക്ക് കിട്ടേണ്ട സേവനം എനിക്ക് തരാൻ നിങ്ങൾ ബാധ്യതയുണ്ട്. അതെന്റെ അവകാശമാണ്, അല്ലാതെ നിങ്ങളുടെ ഔദാര്യമല്ല. ഞാൻ ടോൾ അടയ്ക്കുമ്പോ എനിക്ക് കിട്ടേണ്ട റൈറ്റ് അല്ലേ സാറേ ഞാൻ ചോദിച്ചോളൂ. അതെനിക്ക് തന്നോ ഇല്ലയോ? എനിക്ക് മുന്നോട്ട് പോകുമ്പോ എനിക്ക് അത് കത്തിച്ചു തരേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ? ആര് പോകുന്നില്ല എന്നല്ലല്ലോ എന്റെ ചോദ്യം. സാറേ ഞാൻ ചോദിച്ചത് ഈ പറഞ്ഞ സാധനം നിങ്ങൾ എഗ്രിമെന്റ് പറഞ്ഞ സാധനമാണ്. ഞാൻ ടോള് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോ നിങ്ങൾ എനിക്ക് തരാൻ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യത ഉള്ള ഒരു സാധനമാണ്. അതാണ് ഞാൻ പറഞ്ഞത് സാറേ. ഞാൻ ടോൾ അടച്ചിട്ട് 200 രൂപ ഞാൻ സ്റ്റാഫിനോട് ദേഷ്യപ്പെട്ടതും ബഹളം ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്നോടാണോ ചോദിച്ചത് 200 രൂപ? 100 രൂപ ഫാസ്ടാഗിൽ കാശില്ലാത്തതുകൊണ്ട് 200 രൂപ തന്നെന്ന് പറഞ്ഞു. ഞാൻ തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ടോൾ അടയ്ക്കുമ്പോ എനിക്ക് മുന്നോട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചു തരാനല്ലേ പറഞ്ഞു. നിങ്ങൾ പുറകിലോട്ട് കത്തിച്ചു തരാൻ ഞാൻ പറഞ്ഞില്ല. എനിക്ക് മുന്നോട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചു തരണ്ടേ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ വേണമെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയ പാലം പൊട്ടി തകർന്ന് കിടക്കണം. ഞാൻ കാണിച്ചു തരാം. കമ്പി അടക്കം റോട്ടിൽ കിടക്കണം, പാലത്തിന്റെ കമ്പി അടക്കം റോട്ടിൽ കിടക്കണം. ഇനി ഓരോ ഫാൾട്ടുകൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാൻ അതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. അതൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ടോൾ തരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് രാത്രി എനിക്ക് വീട്ടിൽ പോകാനുള്ള ആ റോഡിലെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്ന് കത്തിച്ചു തരാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾക്ക് തരില്ല എന്നും പറഞ്ഞില്ല ടോള്. അതും ഞാൻ അടയ്ക്കാന്ന് പറഞ്ഞു. എനിക്കിതൊന്ന് കത്തിച്ചു തായോ, എനിക്ക് വീട്ടിൽ പോകണ്ടേ.
എനിക്ക് വണ്ടി ഓടിക്കണ്ടേ? എനിക്ക് ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണോ? നിങ്ങൾ നോക്ക് സാറേ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എനിക്ക് ഇവിടുന്ന് സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. അത് സാറേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടോൾ അടക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ 200 രൂപ ഇപ്പൊ തരാം. പക്ഷെ എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തണം. 200 രൂപ ഞാൻ സാറിന് ടോൾ ഇപ്പൊ തരാം. എനിക്ക് തരില്ല എന്ന് ഞാൻ പറയണില്ല. എനിക്ക് മുന്നോട്ടുള്ള ലൈറ്റ് കത്തണം. സാറ് മേടിച്ചോ. എന്നാ 200 രൂപ എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തിച്ചു തരണം. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടുന്ന് ഫുള്ളായിട്ട് അവിടെ വരെ കത്തണം. എനിക്ക് കിട്ടുന്ന സേവനങ്ങൾ തരണം. അത് നിങ്ങൾക്ക് എഗ്രിമെന്റിൽ ഉള്ളതാണ്. അല്ലാതെ എനിക്ക് സൗജന്യം ഒന്നും ആരെയും വേണ്ടാതെ. എനിക്ക് തരുന്ന സേവനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ നിങ്ങളോട്. ഞാൻ ഇതിന് പുറത്ത് ഒരു 10 വർഷം കേസ് നടത്തി എനിക്ക് ചെലവാരി വരും. അല്ല ഇവിടെ ഉള്ള ഓരോരുത്തരും ഫൈനടിച്ചിട്ട് പോയിട്ട് കേസ് നടത്തി എത്ര വർഷം കിടക്കണം? ആ കോടതി ചെലവടക്കാർ വരും. ഞാൻ അതേ പറഞ്ഞോളൂ. എനിക്ക് തരേണ്ട സേവനം തന്നെ. അത് തരുമ്പോ ഞാൻ ടോൾ അടയ്ക്കും. അതെന്റെ തീരുമാനമാണ്. നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം, സ്റ്റേഷനിൽ FIR ഇടാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ വിളിക്കാം. എനിക്ക് എന്റെ സമയത്തിന് വിലയുണ്ട്. അതെനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നേ പറ്റൂ. 200 രൂപ വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തരും. എനിക്ക് സ്ട്രീറ്റ് ലൈറ്റ് കത്തണം സാറേ. 200 രൂപ അല്ല 1000 രൂപയായാലും ഞാൻ തരും സാറേ. 100 രൂപയുടെ അല്ലല്ലോ പ്രശ്നം. 100 രൂപ 200 രൂപയുടെ ഒന്നുമില്ല പ്രശ്നം. എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു പ്രൊവൈഡർ ഉണ്ട്. അതെനിക്ക് തരേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാന്നേ. എന്നെ ഈ വഴി തടഞ്ഞിടണേ എന്തിനാ? നിങ്ങൾക്ക് പോലീസിനെ വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞേ സാറേ. ഞാൻ തരണമെങ്കിൽ എനിക്ക് തരേണ്ട സേവനം തരണം. കാശല്ലേ? എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഫ്രീ തരുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ തരുന്നുണ്ടോ? കേന്ദ്ര സർക്കാർ തരുന്നുണ്ടോ? ഒരാളും എനിക്ക് ഫ്രീ തരുന്നില്ല. ഞാൻ പണിയെടുക്കുന്ന ആശാണ്. സാറേ ഞാൻ വേണമെങ്കിൽ പുറകോട്ട് പോക്കോളാം. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ നിങ്ങളെന്നെ ഇങ്ങനെ തടഞ്ഞിട്ട് നിങ്ങളല്ലേ എന്റെ വണ്ടിയല്ലേ കിടക്കുന്നത്? അതെന്നാലും ഞാൻ അങ്ങോട്ട് വണ്ടി ഒതുക്കിയിടാം. നമുക്ക് തർക്കം തീർത്തിട്ട് പോവാം. ഞാൻ ഒരിടത്തോട്ട് ഒളിച്ചോടി ചോദിക്കുന്നു. സാറേ ഞാൻ പറഞ്ഞത് സാറേ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. സാറേ അത് പ്രൊവൈഡ് ചെയ്യേണ്ട ആരുടെ ഫെസിലിറ്റീസ് ആണ്? കമ്പനികൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യം. ഞാൻ സാറിന് ടോൾ അടയ്ക്കും. ഞാൻ സാറിന് ടോൾ അടയ്ക്കുമ്പോ ഞാൻ ഇവിടെ ഹൈവേ പോലീസ് എന്ന് പറഞ്ഞ് AC-ക്കകത്ത് ഇന്നോവ കാറിനകത്ത് AC-ക്കകത്ത് കുളിരും കൊണ്ടിരിക്കാനല്ല, നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ നിയമിച്ചിട്ടുള്ളത്. ആ സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്നെ ഇതിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് വേണം, അപകടങ്ങൾ ഉണ്ടാവുന്ന ഇതുമൂലമാണ് എന്ന് പറഞ്ഞ് ഒരു കത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൊടുത്താൽ പോരെ? അത് കൊടുക്കൂല. അപ്പൊ ഇവരുടെയൊക്കെ പോക്കറ്റിലോടുള്ള കിമ്പളം വീഴാൻ നിൽക്കും. നിങ്ങൾ നോക്ക്, റോഡാണ്. ഈ സമയത്ത് ഒരു മനുഷ്യൻ ആ റോഡിൽ കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് പോയാ ആരെങ്കിലും കാണുമോ? പക്ഷെ ചോദിക്കാൻ പാടില്ല. വണ്ടി എങ്ങാനും മുട്ടിക്കഴിഞ്ഞാ കൊലക്കുറ്റത്തിന് കേസും. നോക്ക്.